ഹലോ, ഇത് അൽഫോൺസ് ചേച്ചി, അജോ ഏട്ടൻ, ഇത്താക്കു ഫാമിലി. അജോ ഏട്ടനെ നിതീഷ് ഏട്ടനെ കുസാറ്റിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ സ്വന്തം സ്ഥലം ഇടുക്കിയിലാണ്. ഞങ്ങളെ പോലെ തന്നെ തിരുവനന്തപുരത്ത് ജോലി ആവശ്യാർത്ഥം വന്ന് താമസിക്കുന്നതാണ് കേട്ടോ. ഇവരുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞാവിയും കൂടെ വരാൻ പോകുന്നുണ്ടേനു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനും നിതീഷ് ഏട്ടനും ആതിര ചേച്ചിയും രഞ്ജിത്ത് ഏട്ടനും അവരെ കുഞ്ഞുമോള് നിശ്ചയവും കൂടി അൽഫോൺസ് ചേച്ചീനെ ഒന്ന് കാണാൻ പോയിട്ടോ. അപ്പൊ അൽഫോൺസ് ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞ്, എനിക്ക് ഒരുപാട് കുപ്പിവളകൾ ഇടാൻ കുട്ടിയാവുന്നു, കൈ നിറച്ചും കുപ്പിവളകൾ ഇടണമായിരുന്നു എന്ന്. അപ്പൊ ഞാനും ആദ്യേച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച്, എന്നാ പിന്നെ നമുക്കൊരു വളക്കാപ്പ് അങ്ങോട്ട് നടത്തിയാലോ എന്ന്. വളക്കാപ്പ് പരിപാടി ശരിക്കും എങ്ങനെയാ നടത്താന്നൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല, പക്ഷെ ഒരു രസമല്ലേ. അങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ തന്നെ ഞാനും ആദ്യേച്ചും തീരുമാനിച്ച് അടുത്ത ആഴ്ച നമ്മൾ എല്ലാവരും കൂടെ ഫ്രീ ആവുന്ന സമയത്ത് ഒരു വളക്കാപ്പ് അങ്ങ് നടത്താം, സർപ്രൈസ് ആയിട്ട്. അങ്ങനെ അജോ ഏട്ടനെ വിളിച്ചിട്ട് സീക്രട്ടായിട്ട് കാര്യം പറഞ്ഞു. അൽഫോൺസ് ചേച്ചിനെയും മോനെയും കൂട്ടിയിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങാൻ പോവൂ, ഞങ്ങൾ വീട്ടിൽ വന്ന് ഒരു പ്ലാൻ സെറ്റാക്കട്ടെ എന്ന് ചോദിച്ചു. അജോ ഏട്ടന് 100 വട്ടം സമ്മതം. ആൾക്ക് അഭിനയിക്കാൻ ഇത്രയും കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അൽഫോൺസ് ചേച്ചിനെയും കൂട്ടി നൈസായിട്ട് ചായ കുടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി, വീട് പൂട്ടി താക്കോല് ഞങ്ങൾക്ക് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളെ വിളിച്ച് പറയുകയും ചെയ്ത്. അങ്ങനെ ഇവര് 3 കൂടി ചായ കുടിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ ഓടി വീട്ടിൽ ചെന്ന് കയറി. കിട്ടിയ സമയത്തിൻ്റെ അകത്ത് വേഗം തന്നെ എല്ലാ സാധനവും ചാടപടയെന്ന് സെറ്റ് ചെയ്തു. ഞങ്ങളൊരു കേക്കും കുറേ മധുര പലഹാരങ്ങളും പിന്നെ അൽഫോൺസ് ചേച്ചിന്റെ ആഗ്രഹം പോലെ 2 കൈ നിറച്ചിടാൻ കുറേ കുപ്പിവളകളും വാങ്ങിയിരുന്നു കേട്ടോ. ബലൂൺസ് എല്ലാം വീർപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും ഈ പലഹാരങ്ങളൊക്കെ ഒരുക്കി പ്ലേറ്റുകളിലാക്കി പരത്തി വെക്കാനും എല്ലാം കൂടിയായിട്ട് ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവർ ചായ കുടിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് കുറച്ച് റഷായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞങ്ങൾ വിട്ടുപോയി. എന്താന്നല്ലേ, പുറത്തിരുന്ന് ഞങ്ങളെ ചെരുപ്പ് ഒളിപ്പിച്ചു വെക്കാൻ. എന്തായാലും അവർ വന്ന സമയത്ത് അൽഫോൺസ് ചേച്ചി കുറച്ച് കൺഫ്യൂസ്ഡായി. ഞങ്ങൾ വിചാരിച്ച് ആദ്യം തന്നെ ഞങ്ങളെ പൊക്കുന്നു. പക്ഷേ ചേച്ചിക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടിണ്ടായിരുന്നില്ല. എന്താ അവിടെ സംഭവിക്കുന്നത്, ആരാ വീടിന്റെ അകത്ത്, വല്ല കള്ളന്മാരും കേറിയോ എന്നൊക്കെ ആലോചിച്ച് പുള്ളിക്കാരി മടിച്ച് ഡോറ് തുറന്നു. കയറി വന്ന സമയത്ത് ഞെട്ടലും എക്സൈറ്റ്മെന്റും ഒക്കെ മാറാൻ ഞങ്ങൾ കുറച്ച് സമയം കൊടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാൻ നേരത്തേക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ചേച്ചിയോട് പോയിട്ട് ഡ്രസ്സ് മാറാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചേച്ചിയെ സാരിയൊക്കെ ഇടിയിച്ച് ഒരുക്കി മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരിയാക്കി കൊണ്ടുവന്നിരുത്തി. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ചേച്ചിക്ക് കുറെ പലഹാരങ്ങളൊക്കെ കൊടുത്തു. പിന്നെ പാവം ഒറ്റയ്ക്ക് എങ്ങനെയാ കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നന്നായിട്ട് സഹായിച്ചു. പിന്നെ ബിഗ് ബ്രദർ ആവാൻ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന ഇത്താക്കു ചേട്ടന് ബ്രദർ ടു ബി ടാഗ് അങ്ങ് അണിയിച്ചു കൊടുത്തു. അൽഫോൺസ് ചേച്ചിയുടെ ആഗ്രഹം പോലെ കൈ നിറയെ കിലുകിലാ കുപ്പിയാളുകളുമായി. പിന്നെ ഞങ്ങൾ കുറേ നല്ല ഫോട്ടോസ് എടുത്തു. ശരിക്കും കുറേ കാലം കഴിഞ്ഞ് ഓർത്തു നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് രസമുള്ള ഓർമ്മകളാണല്ലേ. ചിരിച്ച സന്തോഷമുള്ള മുഖങ്ങൾ കാണാൻ തന്നെ എന്ത് രസമാണ്. നമ്മുടെ നാട്ടിലെ ഈ ആചാരങ്ങളും ആഘോഷങ്ങളും വിശ്വാസങ്ങളും എല്ലാം കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്നതല്ലേ. പക്ഷെ ഇതൊക്കെ ആരും ആരെയും ഒന്നിനും ഫോഴ്സ് ചെയ്യാതെ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എത്ര മെമ്മറബിൾ ആയ നല്ല നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കും അല്ലേ.